നമസ്കാരം, വളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പുതിയ വാഹനങ്ങൾക്ക് ഏപ്രിൽ 1 മുതൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ നിർബന്ധമാക്കി. പുതിയ വാഹനങ്ങൾ വിൽക്കുമ്പോൾ ഡീലർമാർ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ നൽകണമെന്നും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം നിർദ്ദേശിച്ചു. പുതിയ സംവിധാനത്തിലൂടെ വ്യാജ നമ്പർ പ്ലേറ്റുകൾ ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നത് തടയാനും വാഹന മോഷണം അടക്കമുള്ള കാര്യങ്ങളിലും സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും. വ്യാജ നമ്പർ പ്ലേറ്റുകൾ തടയാൻ ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന എല്ലാ പുതിയ വാഹനങ്ങളിലും അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ ഉറപ്പാക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. പാർലമെന്റിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം അടുത്തിടെ പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 2018 ഭേദഗതി വരുത്തിയാണ് പുതിയ ഉത്തരവിറക്കിയത്. ഇതനുസരിച്ച് വാഹനം ഷോറൂമിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ തന്നെ ഹോളോഗ്രാം പതിപ്പിച്ച അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ നിർമ്മാതാക്കൾ ഘടിപ്പിച്ച് നൽകണം. അതേസമയം നമ്പർ പ്ലേറ്റിന് വിലയോ ഘടിപ്പിക്കുന്നതിന് കൂലിയോ ഈടാക്കാൻ പാടില്ല. അലൂമിനിയം പ്ലേറ്റിൽ ക്രോമിയം ഉപയോഗിച്ച് ഹോളോഗ്രാഫ് രീതിയിൽ അക്കങ്ങൾ എഴുതിയാണ് അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ തയ്യാറാക്കുന്നത്. ഓരോ വാഹനത്തിനും വ്യത്യസ്ത കോഡുകൾ ലേസർ വിദ്യ ഉപയോഗിച്ച് നമ്പർ പ്ലേറ്റിൽ ഘടിപ്പിക്കും. വാഹനത്തിന്റെ എഞ്ചിൻ നമ്പർ അടക്കം എല്ലാ വിവരങ്ങളും കോഡുമായി ബന്ധിപ്പിക്കും. പുതിയ സംവിധാനത്തിലൂടെ വ്യാജ നമ്പർ പ്ലേറ്റുകൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് തടയാനും വാഹന മോഷണമടക്കമുള്ള കാര്യങ്ങളിലും സുരക്ഷ ഉറപ്പാക്കാനും കഴിയും. നമ്പർ പ്ലേറ്റ് അഴിച്ചുമാറ്റാനോ മാറ്റങ്ങൾ വരുത്താനോ ശ്രമിച്ചാൽ ഉപയോഗശൂന്യമാകുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. അതേസമയം തെല്ലുന്ന ആശ്വാസത്തിലാണ് ജനങ്ങൾ. സാധാരണയായി നമ്പർ പ്ലേറ്റുകൾ സ്ക്രൂ ഉപയോഗിച്ചാണ് ഘടിപ്പിക്കാറ്. പുതിയ പ്ലേറ്റുകൾ റിവറ്റ് തറച്ചായിരിക്കും ഘടിപ്പിക്കുക. ഇത് ഒരു തവണ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. ഹോളോഗ്രാം മുദ്ര മറ്റൊരു പ്രത്യേകതയാണ്. നമ്പർ പ്ലേറ്റുകൾക്ക് ഏകീകൃത സ്വഭാവം കൊണ്ടുവരാനും പുതിയ പരിഷ്കാരത്തിലൂടെ സാധിക്കും. വാഹനത്തിന്റെ ഒറിജിനൽ രേഖകൾ ഹാജരാക്കിയാലേ നമ്പർ പ്ലേറ്റ് ലഭിക്കൂ. പഴയ വാഹനങ്ങൾക്ക് അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ നിർബന്ധമല്ല. എന്നാൽ താല്പര്യമുള്ളവർക്ക് ഘടിപ്പിക്കാം. ന്യൂസ് ഡെസ്ക്, വളുവനാട് ന്യൂസ്.